ഈ വിവാദങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ പല ആളുകളുടെ ഭാഗത്തുണ്ടായി, അപ്രതീക്ഷിതമായ പല പിന്തുണകളും ഉണ്ടായി അല്ലെ? ആ വിവാദങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അതിനു വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തത് എന്റെ മാതാപിതാക്കളെ ഇത് ബാധിച്ചപ്പോൾ മാത്രമേ ഞാൻ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തുള്ളൂ. ഇല്ലെങ്കിൽ ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞു അത് അവരുടേതായ രീതിയിൽ അവർ പറയട്ടെ, അവരുടെ സ്പേസ് ആണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. ബുക്കിനെ വിമർശിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ചിലർ പറയും വിമർശനത്തിന് എന്താ അസഹിഷ്ണുതയാണ് അഖിൽ പി ധർമ്മയെന്ന്. ഞാൻ ഒരിക്കലും ബുക്കിനെ എത്ര വിമർശിച്ചാലും ഞാൻ ഇതുവരെ അതിൻ്റെ അകത്ത് എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ താങ്ക് യു, ഞാൻ എന്റെ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ അതൊരു വ്യക്തിഹത്യയിലേക്ക് പോകുമ്പോ അതൊന്നും അവർ കാണുന്നില്ല, അതിന്റെ അകത്ത് എന്തോരം വ്യക്തിഹത്യ ഉണ്ടെന്ന്. അപ്പൊ പറഞ്ഞാല് ഈ ഘട്ടത്തിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമൊക്കെ ഉണ്ടോ? കാരണം ഇപ്പോ നിന്റെ അഖിലിന്റെ പുസ്തക പ്രകാശനമൊക്കെ വരുന്ന ഘട്ടത്തില് പോലും അത് ഓരോ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കുന്നു, ദ്വീപുകൾ തെരഞ്ഞെടുക്കുന്നു, ഒപ്പം തന്നെ സംസ്കാരം നടക്കുന്ന ഇടങ്ങൾ തെരഞ്ഞെടുക്കുന്നു, ചുടുകാട് തെരഞ്ഞെടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത്തരത്തിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടോ? ചുടുകാട് തെരഞ്ഞെടുത്തത് ഞാൻ ഓജോബോർഡ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കൈ പൈസ ഇല്ല. ഞാൻ ഫൈനൽ ഇയർ പോളിയിൽ പഠിക്കുന്ന ആ ഒരു ഇതാണ്, എക്സാം കഴിഞ്ഞ സമയമാണ്. അപ്പം പൈസ ഇല്ലാതെ ഞാൻ ഇവിടെ ടൗണിൽ ഒരു ഹാൾ അന്വേഷിച്ചപ്പോൾ നല്ല പണം പറഞ്ഞു. അപ്പൊ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല കയ്യില്. ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടാണ് എനിക്ക് ബുക്ക്, വായനക്കാർ തന്നെയാണ് ഫണ്ടിട്ട് പൈസ ഇത് തന്നത്. അപ്പോൾ ഞാൻ അപ്പോഴേ ഇരുന്നിട്ട് ആലോചിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കാം. പക്ഷെ എങ്കിൽ ചുടുകാട്ടിൽ ആരൊക്കെ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ഒരുപാട് പേര് വന്നു. എന്റെ ഫേസ്ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കവർ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരുപാട് പേര് പങ്കെടുത്തു. അപ്പൊ എനിക്ക് അതിലൊരു സന്തോഷവും ഒരു വെറൈറ്റിയും തോന്നി. ഞെട്ടിയിട്ടുണ്ടോ? കാരണം വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പിന്തുണ പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ അന്ന് 2015 ബുക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ ശ്മശാനത്തിലേക്ക് ചെന്നിട്ട് ഇറങ്ങുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോ നിറയെ ആൾക്കാർ. അപ്പൊ ചാനൽ ഇറങ്ങി നിന്നു. അപ്പൊ ഞാൻ ഓർത്ത ഏതോ VIP മരിച്ചിട്ട് അവിടെ ഒരു അടക്കവും നടക്കുന്നുണ്ട്. അതാന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് ഇവരെല്ലാരും കൂടെ ഇങ്ങോട്ട് വരുന്നു, കുറെ ആൾക്കാർ വരുന്നു. അപ്പൊ എന്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എടാ ഇത് നിന്റെ ബുക്ക് റിലീസിന് വന്ന ആൾക്കാരാ. ഞാനപ്പോ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ പറയടാ എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ തന്നെ നേരിടണമെന്ന് പറഞ്ഞ് അന്നൊരു ആദ്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞ അത്രയും ആൾക്കാരുടെ മുന്നിൽ വരച്ചിട്ട് നിന്നത്. എന്നാലും അതും എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എനർജി ആയിരുന്നു, അത്രയും ആൾക്കാർ അവിടെ വന്നത് സപ്പോർട്ട് ചെയ്തത്.